മെസ്സിയും റൊണാൾഡോയും നെയ്മറും ഒരുമിച്ച് കളിച്ച ഒരു വേൾഡ് കപ്പ്, ഒരുമിച്ച് കളിക്കുന്ന ഒരു വേൾഡ് കപ്പ് ഒരു പക്ഷേ എനിക്കോ ഇബ്രുവിനെ ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. എന്റെ മനസ്സിപ്പോഴും പറയുന്നുണ്ട് ഇവര് 3 പേരും ഒരുമിച്ച് കളിക്കുന്ന ഒരു വേൾഡ് കപ്പ് ഒരു പക്ഷേ ഇനിയില്ല. കാരണം നെയ്മർ ഓൾറെഡി ഔദ്യോഗികമായ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. വലിയ ഭാഗ്യമാണ് തീർച്ചയായിട്ടും. കാരണം ഒരു മലയാളി എന്ന നിലയിലും മലയാളത്തിൽ കമന്ററി പറയും നെയ്മറിന് പറയാൻ പറ്റിയതിൽ ഒരു അഭിമാനം തന്നെയാണ്. അതെ, അപ്പൊ നെയ്മറിന്റെ അവസാനത്തെ കളിക്ക് പറയാൻ പറ്റി. അതേപോലെയാണ് ഇപ്പൊ ചോദിച്ചത് മെസ്സിയെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ അവസാനത്തെ അരങ്ങായിരിക്കുമോ എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ കളിക്കുന്ന ഓരോ കളിയിലും നമ്മളാണ് കമന്ററി പറയുന്നെങ്കിൽ, ഞാനാണ് പറയുന്നെങ്കിൽ, ആ ഒരു സമീപനമാണ് മനസ്സിന്. അപ്പോൾ എന്താണെങ്കിലും വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. ചേട്ടൻ ഒരു നല്ലൊരു എന്താ പറയുക മാധ്യമ പ്രവർത്തകനായിരുന്നു, അതിലുപരി നല്ലൊരു സിനിമാ നടനും കൂടിയാണ്. ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റുമോ? സിനിമയും ഈ പറയുന്ന പോലെ ഈ കമന്റേറ്റർ എന്നുള്ള മേൽവിലാസം തന്നെയാണ് സിനിമയിലേക്കും എത്തിച്ചത്. പരസ്യത്തിലും വന്നിട്ടുണ്ട്, നല്ല അടിപൊളി ഒരു പരസ്യത്തിലും ഒരെണ്ണമല്ല, കുറച്ച് കൂടുതൽ പരസ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു 4-5 പരസ്യത്തിൽ വന്നിട്ടുണ്ട്. സിനിമ എനിക്ക് തോന്നുന്നു വോയിസ് ഓവർ വെച്ച് വോയിസ് കൊടുത്ത സിനിമകൾ ഒരു 15-ന് മേലെയുണ്ട്. അഭിനയിച്ചത് ഒരു 4-5 ഉണ്ടാവുള്ളൂ. വോയിസ് ഓവർ 15-ന് മേലെയായിരുന്നു. അപ്പം എന്താ പറയുക, കമന്റേറ്റർ എന്നുള്ള മേൽവിലാസമാണ് അവിടെ എല്ലാ സിനിമയിലും. ഈ നേരത്തെ പറഞ്ഞ പോലെ കമന്റേറ്റർ എന്ന മേൽവിലാസം മാത്രമല്ല, ഇതുവരെ അഭിനയിച്ച എല്ലാ സിനിമയിലും ഇത് തന്നെ ഉണ്ടോ വേഷം, കോട്ട്, ഇത് കമന്ററി ബോക്സ്, ഇത് തന്നെ കറക്റ്റ് തൊപ്പി. ഇനി ഈ അടുത്ത സിനിമ ഡിസംബർ റിലീസ് ആവുന്നത്. ഇന്നലെ ഒരു ഡബിങ്ങിന് പോയില്ലായിരുന്നു. അതെ, ബഫാന യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ മൂവി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരട്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ എനിക്ക് സിനിമയുടെ ഡബിങ് ഉണ്ട് പറഞ്ഞു. അതും ഈ പറയുന്ന പോലെ ഫുട്ബോൾ മൂവി, കുട്ടികളുടെ നല്ല കഥയും നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദവും അതിനിടെ ഒരു ഫാമിലി സ്റ്റോറിയൊക്കെ പറയുന്ന ഒരു ഫുട്ബോൾ മൂവി, കുട്ടികളുടെ ഫുട്ബോൾ മൂവി. അതും ഫുട്ബോൾ മൂവി ആയതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. ആ അവസരവും തീർച്ചയായിട്ടും കമന്റേറ്റർ റോള് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞു, ഇത് തന്നെ വേഷത്തിനൊരു മാറ്റമില്ല, ഇത് തന്നെ വേഷം. ഈ കണ്ണട, ഈ തൊപ്പി, ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിലും അതിന്റെ ഡബിങ് ആയിരുന്നു ഇന്നലെ. അപ്പൊ ബഫാന വരുന്നുണ്ട്, നവംബർ ഡിസംബറിൽ റിലീസാവും. പിന്നെ ഈ പറയുന്ന പോലെ സിനിമ എപ്പോഴും നമ്മളെ എന്താ പറയാ, നമ്മളിങ്ങനെ കൊതിയോടെ, നമ്മളിപ്പോ കമന്റേറ്റർ എന്ന നിലക്കുള്ള ഇപ്പം ഇബ്രുവിനോട് എന്നെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അകത്താണ് ഞാൻ, സിനിമയിൽ ഞാൻ കളത്തിന് വെളിയിലാണ്. ഞാനിപ്പോ സൈഡ് ബെഞ്ചിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ കൊതിയോടുകൂടി താല്പര്യത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു കാണിയാണ് ഞാൻ ഇപ്പോഴും സിനിമയെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴാണ് നമുക്ക് പറ്റിയൊരു വിളി വരിക, അകത്തേക്കൊന്ന് കയറാൻ, നമ്മളെ കളിക്കാൻ എപ്പോഴും വിളിക്കാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ആ സിനിമ ചെറുതായിട്ട് വരുന്നു, പക്ഷെ എല്ലാം കമന്റേറ്റർ റോളുകളാണ് ഇപ്പൊ ചെയ്തത് മുഴുവനെങ്കിലും. ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഹാപ്പിയാണ്. കൂടുതൽ എന്താ പറയാ വരുമായിരിക്കും. നമ്മൾ ഇതൊക്കെ ഓരോ യോഗങ്ങളല്ലേ, അതുകൊണ്ടാണല്ലോ ഇന്നലെയും ഡബിങ് ഒക്കെ കഴിഞ്ഞ് വന്നേക്കണത്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് പേര് കാണാൻ കൊതിക്കുന്ന ഒരുപാട് വലിയ വലിയ വ്യക്തികൾ, ഇവരുടെയൊക്കെ പരിപാടിയിൽ ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ഥാനം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു അഭിമാനമില്ലേ? ഇപ്പം നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ഇപ്പം കോഴിക്കോട് കഴിഞ്ഞ പ്രാവശ്യം നടന്ന പരിപാടി, അതുപോലെ തിരുവനന്തപുരത്ത് നടന്ന പരിപാടി, ഇതിലെല്ലാത്തിലും ഒരു വേദിയിൽ ഒരു അവസരം കിട്ടും. ഇബ്രു, ഇതിന് എനിക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാൻ അവസരം തന്നാൽ ഈ ചോദ്യത്തിന് ഞാൻ വേറൊരു രീതിയിൽ മറുപടി പറയാം. ഇബ്രു എന്താ പറയാ, താങ്കൾ അതിനെ അങ്ങനെ കണ്ടതും അങ്ങനെ കാണുന്നതും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ ഒരു പ്രോഗ്രാമിൽ ഞാൻ വിളിച്ചു ചോദിച്ചു, ചേട്ടാ എന്നെ ഒന്ന് വിളിച്ചിരുന്നു, ഞാനൊന്ന് വന്നേനെ. കാരണം അവിടെ ഒന്ന് തൊടാൻ, അവിടെ ഒന്ന് എത്തിപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം, ആ ഒരു നമുക്ക് കിട്ടുന്ന. അതാ പറഞ്ഞ ഇബ്രുവിന്റെ ആ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ. ഇനിയും അങ്ങനെ വലിയ വലിയ അവസരങ്ങളും വലിയ വലിയ വേദികളും വലിയ വലിയ സ്റ്റേജുകളിലും പോയി നിൽക്കാനുള്ളൊരു ഭാഗ്യം, അവസരങ്ങൾ നിങ്ങളുടെ നല്ല പോസിറ്റീവ് എനർജി കൊണ്ട്, നിങ്ങളുടെ അനുഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സന്തോഷം. പക്ഷെ ഞാനതിനെ കാണുന്നത് ഒരു കമന്റേറ്റർ എന്ന നിലയിൽ എൻ്റെ ഒരു എന്താ പറയുക മുന്നോട്ടുള്ള യാത്രയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വളർച്ചയുടെ ഗ്രാഫ് നമ്മൾ അളക്കുന്നത്, അത് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാണ്ടായാലും ഞാൻ നിങ്ങളെ തെറ്റ് പറയല്ല. അത് ഇബ്രുവിന് എന്നോടുള്ള, താങ്കൾക്ക് എന്നോടുള്ള സ്നേഹമാണ്. ഞാൻ അതിനെ മാനിക്കുന്നു. സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. പക്ഷെ എൻ്റെ വളർച്ചയുടെ ഗ്രാഫ് ഞാൻ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അതിനെ ഞാൻ കാണുന്നത്, ഏലൂരുള്ള ജീവൻ എന്നു പേരായ ഒരു കൊച്ചുകുട്ടി, അവന് സെറിബ്രൽ പാൾസിയാണ്. അവൻ്റെതായ ശാരീരിക പരിമിതികളുണ്ട്. അവൻ ജീവിതത്തിൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നത് എൻ്റെ കമന്ററി കേൾക്കുമ്പോഴാണ്. ടി വിയിൽ ഓരോ തവണ ഞാൻ കമന്ററി പറയുമ്പോൾ നിർബന്ധം പിടിച്ച് അവൻ കേൾക്കുന്നു. അപ്പം അവൻ്റെ ജീവിതത്തിനെ പോസിറ്റീവ്ലി നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അത് കമന്ററി രൂപത്തിൽ എനിക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്.
അത് ഞാനൊരു പേരെടുത്ത് പറഞ്ഞത് ഒരു കുട്ടിയുണ്ട്, ഇത് ഒരാളല്ല, കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് ജീവന്മാരുണ്ട്. പലരെയും നമ്മൾ നേരിട്ട് പോയി കാണാത്തത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ കോയമ്പത്തൂരുള്ള ഒരു കുട്ടിയുടെ കാര്യം കയറി, ആ കുട്ടിയുടെ മാതാപിതാക്കൾ എന്നെ വിളിച്ച് ഇതിന് സമാനമായ, പക്ഷെ ആ കുട്ടി എനിക്ക് നേരിട്ട് പോകാൻ ഇതേവരെ സമയവും സന്ദർഭവും ഒത്തു വരാത്തതുകൊണ്ടാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ പറഞ്ഞ പോലെ മലയാളം കേൾക്കുന്ന, മലയാളം അറിയുന്ന ഒരുപാട് ഇങ്ങനത്തെ കുട്ടികൾ ഇതിൽ അവരുടെ ഒരു ആവേശം, അവരുടെ ഒരു എനർജി ഇതിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. അവരെ സന്തോഷിപ്പിക്കുന്നതാണ്, അവരെ എനർജറ്റിക് ആക്കി നിലനിർത്തുന്നതാണ് ഇബ്രു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാ, എനിക്ക് എൻ്റെ വളർച്ചയുടെ കരിയർ ഗ്രാഫിൽ അവിടെ നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയാം. കോട്ടയം ജില്ലയിലെ ഒരു സുഹൃത്ത്, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത്, ഒരു ഗർഭിണിയായ യുവതി. ആ ഗർഭിണിയായ യുവതി ഒരു ദിവസം എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ യുവതിയും അവരുടെ ഭർത്താവും, വേറെ ഒന്നുമല്ല, അവരുടെ ഗർഭസ്ഥ ശിശു കമൻട്രി കേട്ടിയപ്പോൾ വയറ്റിൽ ചവിട്ടും. അപ്പൊ അവർക്കൊരു ഹാപ്പിനെസ്സാണ്, കാരണം കുട്ടി ആരോഗ്യവാനാണല്ലോ. ഒരു ദിവസം എന്റെ കമന്ററി ISL നടക്കുന്ന സമയമാണ്, ഒരു ദിവസം എന്റെ കമന്ററി ഇല്ലെങ്കിൽ കുട്ടി അനങ്ങില്ല, ടെൻഷൻ. ഇവര് ഭർത്താവിനെ വിളിച്ച് ആ സുഹൃത്തിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ട് ഞാൻ ഇനി എന്നാ കമന്ററി പറയുക എന്ന് ചോദിക്കുന്നിടത്താണ് ഇത്തരം നമ്മൾ ആരും അറിയാത്ത എന്തെല്ലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ജീവന്റെ കാര്യം പറഞ്ഞു, ഇത് ജനിക്കുന്നതിന് മുൻപുള്ള ഒരു ഗർഭസ്ഥ ശിശുവിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ആ ഗർഭസ്ഥ ശിശുവിനെ വരെ കമന്ററി സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ടോ? അൺബിലീവബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് ഗൂസ്ബം പഠിക്കും. കാരണം നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു വെക്കുന്ന, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള ആരെയൊക്കെയാണ് ഇബ്രു സ്വാധീനിക്കുന്നത് നമുക്കറിയില്ല. അതിൽ കണ്ണു കാണാത്തവരുണ്ട്. ഈ കണ്ണു കാണാത്ത എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയാം, ബ്ലൈൻഡ്. ഇവർക്ക് വേൾഡ് കപ്പ് ഇവർ ആസ്വദിക്കുന്നതും ഫുട്ബോൾ ISL ആണെങ്കിലും SLK ആണെങ്കിലും കമന്ററിയിലൂടെ മാത്രമാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. ISL കളിക്കുന്ന എല്ലാ ടീമുകളും എല്ലാ കളിക്കാരെയും എഴുതി വെക്കുന്ന മലപ്പുറത്തുള്ള ഒരു ബ്ലൈൻഡ് സുഹൃത്തുണ്ട് എനിക്ക്. എല്ലാ കളിയും ഫോളോ ചെയ്യും. കണ്ണി കാണില്ലല്ലോ, ടിവിയുടെ അടുത്ത് പോയി ഇങ്ങനെ ചെവിടെ പിടിച്ച് കമന്ററി കേൾക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അറിയാതെ നമ്മൾ എത്രയോ ജീവിതങ്ങളെയാണ് ഇബ്രു സ്വാധീനിക്കുന്നത്. അതിൽ ഈ പറയുന്ന ആളുകൾ മാത്രമല്ലല്ലോ ഇബ്രു, എത്രയോ അനാഥാലയങ്ങളിൽ എനിക്ക് പറ്റാവുന്നിടത്തൊക്കെ ഞാൻ പോകാറുണ്ട്. എത്രയോ സ്ഥലത്ത് വിളിക്കും. ഈ അശരണരും എന്താ പറയാ അഭയമറ്റവരും നിരാലംബരും പാവപ്പെട്ടവരും എന്താ പറയാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ശാരീരികമായ കഷ്ടതകൾ നേരിടുന്നവരുമായിട്ടുള്ള എത്രയോ ആളുകൾ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ അക്കാളി നടക്കുന്ന ഒരു 1.5 മണിക്കൂർ ഒരു ദിവസം അവരുടെ കഷ്ടതകൾ മറന്ന്, അവരുടെ നിരാലംബത്വം മറന്ന്, അവരുടെ നിരാശ്രയത മറന്ന്, അവരെ ആ 1.5 മണിക്കൂർ എല്ലാം മറന്ന് ഏതെങ്കിലും ഒരു ഫുട്ബോൾ കളിയിലേക്കോ ഒന്ന് ശ്രദ്ധിപ്പിച്ച് ഹാപ്പിയാക്കി നിർത്താൻ കഴിഞ്ഞാൽ, ഇബ്രു നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അവിടെ നിൽക്കാനാണ് ഇബ്രു എനിക്ക് ഇഷ്ടം. അവരുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ ഇത്തരം ആളുകൾ ഇവരുണ്ടല്ലോ, ഇവരൊക്കെയാണ് സ്റ്റേജ് എന്ന് വിചാരിക്കുക. അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ആ സ്റ്റേജിൽ ഞാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇബ്രുവാണ് സത്യം. എനിക്ക് അതാണ് ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ ജീവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഷൈജുവേട്ടനെ വിളിച്ചു, ജീവനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. അച്ഛൻ വീൽ ചെയർ തള്ളുന്നതാണെന്നാണ് ജീവനെ അറിയാവുന്നുള്ളൂ. അങ്ങനെ അത് തള്ളി കൊണ്ടുവന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു അച്ഛനോട് തിരിച്ചു കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞപ്പോൾ ആ കൊച്ചു ജീവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. ശരിക്കും എല്ലാവരും പേടിച്ചു പോയി. ഏറ്റവും കൂടുതൽ കമൻറ്റ് വന്നേക്കുന്നത് ആ കൊച്ചിന് എന്തിനാണ് അങ്ങനെ സർപ്രൈസ് കൊടുത്തത് എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ജീവന് ആ കിട്ടിയ സർപ്രൈസ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിർണായകമായിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ ഒരു ഞെട്ടലിലൂടെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തന്നെ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അതിൽ കിട്ടിയ സന്തോഷം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് എല്ലാത്തിനും കാരണം ഷൈജുവേട്ടനാണ്. ഷൈജുവേട്ടൻ്റെ ഓരോ കമൻട്രിയും കളിക്കാൻ നേരത്തെ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ഓരോ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കും. വിളിച്ചിട്ട് എങ്ങനെയും ഒന്ന് കാണാൻ പറ്റുമെന്ന് വയ്ക്കും. അങ്ങനെ ബർത്ത്ഡേക്ക് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നതിനിപ്പോൾ വീഡിയോ കോളിൽ ഷൈജുവേട്ടൻ വന്നു. ഷൈജുവേട്ടൻ വന്നിട്ട് ആ വീഡിയോ കോളിലും അവനോട് സംസാരിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരും എല്ലാവരും ചേർന്ന് നിന്നു. അപ്പോൾ അത് തന്നെയാണ്, അത് ശരിക്കും ഷൈജുവേട്ടനിലേക്ക് ഞാൻ എത്തിയത് ജീവൻ കാരണമാണ് ഞാൻ ഷൈജുവേട്ടനിലേക്ക് എത്തിയത്. അന്ന് മുതലുള്ളൊരു ബന്ധം എന്താണെങ്കിലും ഒരുപാട്. ഇത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ, ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കാം. അതായത് ഇടുക്കിയിലുള്ള രക്ഷകർത്താവ് എന്നെ നിരന്തരം വിളിക്കുകയാണ്, വേറെ ഒന്നുമല്ല, ഞാനൊന്ന് അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിക്കണം. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ സംസാരിക്കുന്നത്? അല്ല, ഒന്ന് സംസാരിക്കണം, നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ എൻ്റെ ആ കുട്ടിയുടെ അച്ഛനാണ് വിളിക്കുന്നത്. അപ്പം അവസാനം ഞാൻ ഒന്നുമില്ല, അത് പഠിക്കാൻ ഇത്തിരി ഉഴപ്പ്. അപ്പോൾ പന്ത് കളി ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കും. ഞാനൊന്ന് പറയണം, മോനെ എടാ നീ കളിച്ചോ, സ്കൂൾ വിട്ട് വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ ഫുട്ബോൾ കളിക്കാൻ പൊക്കോ, പക്ഷെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞാൽ 100% കേൾക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നടന്ന സംഭവം കേട്ടോ.
അവസാനം നമ്പർ തരുന്നു, ഞാൻ ഈ കുട്ടിയെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നു. എന്താണ് കുഞ്ഞാ പ്രശ്നം? അപ്പൊ അവൻ ആദ്യം ഈ പറഞ്ഞ പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിങ്ങനെ ഞാനാണോ എന്റെ ശബ്ദം അവനപ്പോ വിളിച്ച് പറ്റിക്കുകയാണെന്നൊക്കെയാണ് അവൻ. അല്ല, അവസാനം അവൻ ഭയങ്കര ഞെട്ടില്ല. ഇതേപോലെ ഇപ്പൊ ജീവന്റെ കാര്യം പറഞ്ഞ പോലെ അവസാനം അവൻ റിയലൈസ് ചെയ്തു ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞേടാ നീ കളിക്കാൻ പൊക്കോ, സ്കൂളിൽ വിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വന്നിട്ടോ നീ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കളിച്ചോ. ഫുൾ ടൈം കളിക്കരുത്, കുറച്ച് നേരമെങ്കിലും ഇരുന്ന് പഠിക്കണം. നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ പഠിക്കണത് കുറച്ച് ടെൻഷൻ ഉണ്ട് അവർക്ക്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്തോളാം ചേട്ടാ, ഒട്ടനെ മറുപടിയാണ് ഞാൻ ചെയ്തോളാം ചേട്ടാ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം അതാണ്. നമ്മൾ ഇത്ര നേരം നമ്മൾ പരസ്പരം ഇരുന്ന് സംസാരിച്ച മലയാളം ഫുട്ബോൾ കമന്ററി, ഇതിനെ നമ്മൾ എവിടെയാണ് ഇബ്രു അടയാളപ്പെടുത്തുന്നത്? എന്താണ് ഇത് നമ്മുടെ സമൂഹത്തിന്? ഇത് വെറും കളി പറച്ചിലാണോ? ഇത് വെറും ആവേശം കയറ്റലാണോ? അല്ലെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറെ സിനിമാ ഡയലോഗും കുറെ ആവേശം, എന്താ പറയാ, നമ്മൾ നേരത്തെ മെസ്സിയുടെ കാര്യം പറഞ്ഞ പോലെ ഇമോഷണൽ ആയിട്ടുള്ള, റൊണാൾഡോന്റെ കാര്യം പറഞ്ഞ പോലെ കുറെ ഇമോഷണൽ ആയിട്ടുള്ള കുറെ സംഗതികൾ പറയലാണോ? കുറെ സിനിമാ ഡയലോഗ് പറയലാണോ? അല്ലെ കളി പറയലാണോ? ഭയങ്കര ഒച്ചത്തിൽ ആവേശം അല്ല. ഇതിന്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ കാണാതെ പോകുന്ന, എന്നാൽ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട എത്രയോ ജീവിതങ്ങളെ സ്വാധീനം. ഇത് തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഈ ലഹരി ഇല്ലേ നമുക്ക് ജീവിക്കാൻ? എന്തിനാണ് മറ്റു ലഹരി എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ഈ ഒരു കാരണം കൊണ്ടാണ്. ഇത്രയും പേര് ഈ ലഹരി കൊണ്ട് ജീവിക്കുന്നു. നേരത്തെ പറഞ്ഞ കണ്ണു കാണാൻ പാടാത്തവരും കിടപ്പ് രോഗികളും എല്ലാവരും ഈ ലഹരി കൊണ്ട് ജീവിക്കുന്നു. ഇതുപോലെ എന്തോരം പേർക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും വരാം. അപ്പോൾ എന്താണെങ്കിലും ഷൈജുവേട്ടനുമായിട്ടുള്ള കുറച്ച് നേരത്തെ സംഭാഷണങ്ങളും കുറച്ച് വിശേഷങ്ങളൊക്കെ കിട്ടി. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു അതിഥിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം ഇബ്രു.